നമ്മൾ ദിവസവും കാണുന്ന ബ്രാൻഡുകളില്ലേ അവയ്ക്ക് പിന്നിൽ നമുക്കറിയാത്ത ഒരു രഹസ്യഭാഷ ഉണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ശരി, ഇന്ന് നമ്മൾ ആ രഹസ്യങ്ങളുടെ ലോകത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ പോവുകയാണ്. ട്രേഡ് മാർക്കുകളെപ്പറ്റി അറിയാൻ റെഡിയല്ലേ? നമുക്കൊരു ചെറിയ ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഞാൻ സ്ക്രീനിൽ ചില കാര്യങ്ങൾ കാണിക്കാം. ഒരു വളഞ്ഞ വര, ഒരു പ്രത്യേക മ്യൂസിക്, ഒരു കുപ്പിയുടെ ഷേപ്പ്. ഒറ്റനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും, അല്ലേ? പക്ഷേ ഇവയ്ക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതെടുത്തോളൂ, നൈക്കിയുടെ ആ സൂഷ്. ഈ ഒരൊറ്റ അടയാളം മതിയല്ലേ? ലോകത്ത് എവിടെ പോയാലും ആളുകൾക്കിത് കണ്ടാൽ മനസ്സിലാവും ഇത് നൈക്കിയാണെന്ന്. ഇനി ഇതോ, നെറ്റ്ഫ്ലിക്സ് തുറക്കുമ്പോൾ കേൾക്കുന്ന ആ ടുഡും സൗണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ. വെറുമൊരു ചെറിയ ശബ്ദം, പക്ഷേ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ആ വലിയ ബ്രാൻഡ് ഓടിയെത്തും. അതുപോലെ കൊക്കക്കോളയുടെ കുപ്പിയുടെ ഈ ഒരു പ്രത്യേക ഷേപ്പ്. ലേബലില്ലെങ്കിൽ പോലും ആ കുപ്പിയുടെ ഷേപ്പ് മാത്രം മതി നമുക്ക് ബ്രാൻഡിനെ തിരിച്ചറിയാൻ. അപ്പോൾ നൈക്കിയുടെ വരയും നെറ്റ്ഫ്ലിക്സിന്റെ ശബ്ദവും കൊക്കക്കോളയുടെ കുപ്പിയും ഇവയെല്ലാം തമ്മിൽ എന്താണ് ബന്ധം? ഉത്തരം ഇതാണ്. ഇവയെല്ലാം ട്രേഡ് മാർക്കുകളാണ്. ഒരു ബ്രാൻഡിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അടയാളങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ എന്താണൊരു ട്രേഡ് മാർക്ക്? സിമ്പിളായി പറഞ്ഞാൽ, ഒരു കമ്പനി അവരുടെ സാധനങ്ങളെയോ സർവീസുകളെയോ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന എന്തിനേയും നമുക്ക് ട്രേഡ് മാർക്ക് എന്ന് വിളിക്കാം. അത് ചിലപ്പോൾ ഒരു പേരാകാം, ലോഗോ ആകാം, ചിലപ്പോൾ ഒരു സൗണ്ട് പോലും ആവാം. ലക്ഷ്യമൊന്നു മാത്രം: ആ ബ്രാൻഡിനെ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു ട്രേഡ് മാർക്കിനെ പവർഫുള്ളാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, അതൊരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയാണ്. 2, അത് രജിസ്റ്റർ ചെയ്താൽ ആ അടയാളം ഉപയോഗിക്കാനുള്ള പ്രത്യേക അവകാശം ഉടമയ്ക്ക് മാത്രമായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ 10 വർഷം കൂടുമ്പോഴും ഇത് പുതുക്കിക്കൊണ്ടുപോയാൽ മതി. ഒരു ട്രേഡ് മാർക്ക് എന്നേക്കുമായി നിലനിർത്താൻ സാധിക്കും. അത്ഭുതമല്ലേ? പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് ട്രേഡ് മാർക്ക്, പേറ്റന്റ്, കോപ്പിറൈറ്റ്. ഇവ തമ്മിലുള്ള വ്യത്യാസം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ട്രേഡ് മാർക്ക് ഒരു ബ്രാൻഡിന്റെ പേരും ലോഗോയുമൊക്കെ സംരക്ഷിക്കുന്നു. പേറ്റന്റ് ആണെങ്കിലോ പുതിയ കണ്ടുപിടുത്തങ്ങളെയാണ് സംരക്ഷിക്കുന്നത്. ഇനി കോപ്പിറൈറ്റോ, അത് പുസ്തകങ്ങൾ, സിനിമ, പാട്ടുപോലുള്ള കലാസൃഷ്ടികൾക്കുള്ളതാണ്. ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങളുണ്ട്. ട്രേഡ് മാർക്ക് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടിവരുന്നത് ചില പേരുകളും ലോഗോകളുമാണ്, അല്ലേ? പക്ഷേ സംഭവം അതുകൊണ്ട് തീരുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത പല കാര്യങ്ങളും ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഈ ടോബ്ലറോൺ ചോക്ലേറ്റ് കണ്ടിട്ടില്ലേ? അതിൻ്റെ ആ ഒരു പ്രത്യേക ത്രികോണ ഷേപ്പ്, അതൊരു പ്രൊട്ടക്റ്റഡ് ട്രേഡ് മാർക്കാണ്. ആ ഷേപ്പ് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ഏത് ചോക്ലേറ്റ് ആണെന്ന്. അപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഷേപ്പും ട്രേഡ് മാർക്കാകാം. അതുപോലെ ശബ്ദങ്ങൾ. എയർടെലിന്റെ ആ ഫേമസ് ട്യൂൺ ഓർമ്മയില്ലേ? ആ ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ബ്രാൻഡ് വരും. ഇതിനെയാണ് നമ്മൾ സൗണ്ട് മാർക്ക് എന്ന് പറയുന്നത്. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം പറയാം. ഒരു നിറം വെറുമൊരു കളർ മാത്രമായി ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാഡ്ബറിയുടെ ആ പ്രത്യേക പർപ്പിൾ കളർ ഓർമ്മയില്ലേ? അവരുടെ ചോക്ലേറ്റ് പ്രോഡക്ട്സിന് വേണ്ടി ആ നിറം അവർക്ക് സ്വന്തമാണ്. വേറെ ഒരു ചോക്ലേറ്റ് കമ്പനിക്കും ആ നിറം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ തോന്നുന്നതെന്തും പോയി ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിനും ചില നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന്, പാൽ വിൽക്കുന്ന ഒരു കമ്പനിക്ക് പാൽ എന്ന വാക്ക് സ്വന്തമാക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മുടെ ദേശീയ പതാകയോ ആളുകളെ കളിയാക്കുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ ചിഹ്നങ്ങളോ ഒന്നും ട്രേഡ് മാർക്കായി രജിസ്റ്റർ ചെയ്യാൻ നിയമം അനുവദിക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യുന്നത്? ഇതുകൊണ്ട് ആർക്കാണ് ശരിക്കും ഗുണം? ബിസിനസ്സുകാർക്ക് മാത്രമാണോ? അല്ല, നമുക്ക് നോക്കാം. ഒരു ട്രേഡ് മാർക്കിന്റെ വാല്യൂ നമുക്ക് 3ആയിട്ട് തിരിക്കാം. 1, അത് ബിസിനസ്സിന് എങ്ങനെ ഗുണം ചെയ്യുന്നു. 2, കൺസ്യൂമേഴ്സായ നമുക്ക് അതുകൊണ്ട് എന്താ പ്രയോജനം. പിന്നെ അത് നൽകുന്ന നിയമപരമായ സംരക്ഷണം. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കസ്റ്റമേഴ്സിന് ആ ബ്രാൻഡിലൊരു വിശ്വാസം വരും. ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഇറക്കുന്നവരെ തടയാൻ പറ്റും. അത് മാത്രമല്ല, കാലം കഴിയുന്തോറും ഈ ബ്രാൻഡിന്റെ വില കൂടും. അതൊരു വിലപിടിപ്പുള്ള ആസ്തിയായി മാറും. ഇനി നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കൾക്ക് എന്താ ഗുണം? നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ ട്രേഡ് മാർക്ക് കാണുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ട്, ഇത് ഒറിജിനലാണ്, നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ വ്യാജന്മാരുടെ കയ്യിൽ പെടാതെ നമ്മളെ രക്ഷിക്കാനും ഈ ട്രേഡ് മാർക്കുകൾ സഹായിക്കും. ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ട്രേഡ് മാർക്ക് സിസ്റ്റം എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ട്രേഡ് മാർക്ക് രജിസ്ട്രികളിൽ ഒന്നാണ് നമ്മുടേത്. നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണത്. ഇന്ത്യയിലെ ട്രേഡ് മാർക്ക് നിയമത്തിന്റെ ചരിത്രം നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ നിയമങ്ങളുണ്ട്. പക്ഷേ ശരിക്കും ഒരു മോഡേൺ രൂപത്തിലേക്ക് വന്നത് 1999 നിയമത്തോടെയാണ്. ഇന്നെല്ലാം ഓൺലൈനാണ്. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. ഒരു കണക്ക് കേൾക്കണോ?
ഇന്ത്യയിൽ ഇതുവരെ 20 ലക്ഷത്തിൽ കൂടുതൽ ട്രേഡ് മാർക്ക് ആപ്ലിക്കേഷനുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകൾ സ്വന്തം ബ്രാൻഡിനും ഐഡിയകൾക്കും എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഇന്ത്യയിലൊരു ട്രേഡ് മാർക്ക് എടുക്കാനുള്ള പ്രോസസ്സ് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന പേരോ ലോഗോയോ വേറെ ആരും ഉപയോഗിക്കുന്നില്ല എന്ന് സെർച്ച് ചെയ്ത് ഉറപ്പാക്കണം. അതിനുശേഷം ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓഫീസർമാരത് വെരിഫൈ ചെയ്യും. പിന്നെ ഒരു പബ്ലിക് നോട്ടീസ് പോലെ പ്രസിദ്ധീകരിക്കും. ആർക്കും എതിർപ്പില്ലെങ്കിൽ സംഭവം നമ്മുടെ പേരിൽ രജിസ്റ്ററായി, സർട്ടിഫിക്കറ്റ് കിട്ടും. നിങ്ങൾ പ്രോഡക്ട്സിന്റെ മുകളിൽ ഈ TMR എന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. TM എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ ആ വട്ടത്തിനുള്ളിലെ R എന്ന ചിഹ്നം കണ്ടാൽ ഉറപ്പിക്കാം അത് ഒഫീഷ്യലി രജിസ്റ്റേർഡ് ആണ്, അതിന് ഫുൾ ലീഗൽ പ്രൊട്ടക്ഷനും ഉണ്ട്. അവ ചുരുക്കി പറഞ്ഞാൽ, ട്രേഡ് മാർക്കുകൾ വെറും അടയാളങ്ങളോ പേരുകളോ മാത്രമല്ല. അവ ഒരു ബിസിനസ്സിന്റെ ഐഡന്റിറ്റിയാണ്, അവരുടെ സംരക്ഷണ കവചമാണ്, പിന്നെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഒരു ഉറപ്പുകൂടിയാണ്. പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡിനെ കാണിക്കാൻ ഒരു സൗണ്ട് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്ത് സൗണ്ടായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, രസകരമായിരിക്കും. അപ്പോൾ അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.